എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ പത്ര മാധ്യമ പ്രവർത്തകർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്റർ RCC തിരുവനന്തപുരം, ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബും അതുപോലെ തന്നെ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും കൂടി അതിനെതിരെ തിരുവനന്തപുരം RCC ഈ വരുന്ന 31-ാം തീയതി ഒരു സൗജന്യ ക്യാൻസർ പരിശോധന ക്യാമ്പ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ട പരമാവധി കാര്യങ്ങളിൽ അറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി വന്നിട്ടുള്ള ഞാൻ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് കേശവദാസ്, വൈസ് പ്രസിഡന്റ് റോട്ടേറിയൻ മധുസൂദനൻ, സെക്രട്ടറി റോട്ടേറിയൻ സുനിൽ കുമാർ, സർജൻ്റെ ടേംസും ഈ പ്രോഗ്രാം ചെയറും ആയിട്ടുള്ള റോട്ടേറിയൻ MGK മേനോൻ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് തുടക്കം മുതൽ തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത റോട്ടേറിയൻ പ്രദീപ് മേനോൻ. ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റ് മധുസൂദനും MGK മേനോൻ. നമ്മൾ റോട്ടറി ക്ലബ്ബ് ഒറ്റപ്പാലം ഒരു ആശയം ഗവർണറുടെ ഈ പ്രാവശ്യത്തെ തീമിൽ വരുന്നതാണ് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റോട്ടറി ക്ലബിന് എടുക്കണമെന്നും ചെയ്യണമെന്നുള്ളൊരു പോയിന്റ് വന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഏറ്റവും കൂടുതൽ ഡയബറ്റീസും അതേമാതിരി ക്യാൻസർ പേഷ്യൻസും കൂടുതൽ. അപ്പോൾ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് ഈ ഡയാലിസിസിൻ്റെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ഡിറ്റക്ഷൻ നമുക്ക് നോക്കാം. വന്നവർക്ക് ഇനിയിപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആണ് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് മാർച്ച് 31-ാം തീയതി നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സാധാരണ പാലക്കാട് RCCയുടെ ഒരു യൂണിറ്റ് പാലക്കാടുണ്ട്, കഞ്ചിക്കോട്. അവരും OWT ഇവരൊക്കെ ആയിട്ട് എപ്പോഴും ക്യാമ്പുകൾ നടത്താറുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർ മുന്നോട്ട് വരാറില്ല. അപ്പോൾ ഒന്ന് ആ സ്റ്റിഗ്മ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ആൾക്കാരെല്ലാവരും വരണം, ചെക്ക് ചെയ്യണം. ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, കാസ്റ്റ്, ക്രീഡ് ഒന്നും പ്രശ്നമില്ല, വരിക, ക്യാമ്പിൽ പങ്കുകൊള്ളുക, ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഞങ്ങൾ ഇതിൽ ഈ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. ആ രോഗലക്ഷണം ഉള്ളവർ മാത്രം വന്നാൽ മതി, അല്ലാതെ വെറുതെ വരണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ അതേമാതിരി ക്യാൻസർ വന്നവർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഒരു മിക്ക കോളുകളും ഇപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ കണ്ടപ്പോൾ തന്നെ വരുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവർ രോഗികളാണ്. ക്യാൻസർ രോഗികൾ ഈ ക്യാമ്പിൽ വന്നിട്ട് കാര്യമില്ല. ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ രോഗലക്ഷണം എന്തെങ്കിലും നമുക്ക് സിംറ്റം ഉണ്ടോ, ഈ സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമ്പിൽ വരിക, പങ്കുകൊള്ളുക. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RCC പാലക്കാടിന് പുറമെ തൃശ്ശൂരിൽ നിന്നുള്ള നല്ല ഫേമസ് കിട്ടാൻ, അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഡോക്ടർ രാജീവ്, ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അത് അദ്ദേഹം പുതിയ പറയും മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ ഇദ്ദേഹം നമുക്ക് നമ്മുടെ ക്യാമ്പിന് ഫുള്ളായിട്ട് എല്ലാ പേഷ്യൻറ്റിനെയും മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ രോഗലക്ഷണങ്ങളുള്ള. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ ആശാ വർക്കർമാർക്ക് ഒരു ക്ലാസ് കൊടുത്തിരുന്നു, ഇവിടുത്തുള്ള എല്ലാവർക്കും ഈ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചുന്ന ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ മാക്സിമം ചെയ്യും. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്നുള്ളത്, ഈ ക്യാമ്പിന്റെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് പിന്നെ അവർക്ക് വേറെ ഫർദർ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ മാമോഗ്രാം ആയാലും പാപ്സ്മിയർ ടെസ്റ്റുകളായാലും സൗജന്യമായിട്ടാണ്. അതിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല. സാധാരണ ഇവരുടെ ക്യാമ്പിൽ എങ്ങനെയും 70 to 80% ഇവർ ചാർജ് ചെയ്യാറുണ്ട് ഈ ടെസ്റ്റിന്. പക്ഷേ ഈ ടെസ്റ്റും കൂടി ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് പിന്നീട് അതിന് ശേഷമുള്ള സർജറി കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ഡോക്ടർ പറഞ്ഞ ശേഷം നമ്മൾ. പക്ഷെ ഇനീഷ്യലായിട്ട് ഇതിലാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ ചെയ്യുന്നത്. നമ്മുടെ റോട്ടറിയുടെ മെയിൻ മോട്ടോ സർവീസ് അബവ് സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ആശയം വന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെ നമ്മൾ ആദ്യം പറഞ്ഞത്, അതായത് ഈ ക്യാൻസർ എന്നൊക്കെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് അവനവനിലേക്കായിട്ട് ഒതുക്കി വെക്കും. ഈ സിംറ്റംസ് ഉണ്ടെങ്കിലും ദേ വിൽ നോട്ട് എക്സ്പോസ് ഇറ്റ്. കാരണം അവർക്കൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പം അത് പറഞ്ഞില്ലേ സ്റ്റിഗ്മയെ പറ്റി. ആ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് പലരും പറയാം എനിക്ക് ക്യാൻസർ വരില്ല, മറ്റാൾക്കുണ്ട് അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പർ എഡ്യൂക്കേഷനും ക്ലാസ്സും കൊടുക്കാൻ വേണ്ടി, അപ്പോൾ ഇവർ ബെസ്റ്റായിട്ട് ഇവിടെ ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വളരെയധികം ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് എന്നത്. അത് കൺഫേം ആയിട്ടില്ല, ബട്ട് ദർ ഇസ് എ റിപ്പോർട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിൽ തന്നെ അപ്പോൾ ലേഡീസിന്, എസ്പെഷ്യലി ലേഡീസിൻ്റെ ക്യാൻസർ പലരും ഷൈ ആയിട്ട് പറയാതിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് എല്ലാ PH പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും അവരെ ഈ ആശാ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 60ഓളം ആശാ വർക്കേഴ്സ് ഈ സാറ്റർഡേ അവിടെ വന്നു. അവർക്ക് ഒരു ക്ലാസ് എടുത്തു എങ്ങനെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ലേഡീസിന് അറിയിക്കാനും അവരുടേതായിട്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവർ രജിസ്റ്റർ ചെയ്യാനും ഞങ്ങൾ 3 പേര് ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അത് പറഞ്ഞ മാതിരി എനിക്ക് ക്യാൻസർ ഉണ്ടെന്നുണ്ട് ആ പേപ്പർ മുക്കിയിട്ട് ആളുകൾ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു 1000 പാംഫ്ലെറ്റ്സ് വീണ്ടും പ്രിന്റ് ചെയ്തു. അതും പല സ്ഥലങ്ങളിലും കൊടുത്ത് അതായത് സക്സസ്ഫുൾ ആക്കണം എന്നുള്ളതും. അതുകൊണ്ട് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് എന്താണ്, ഒരു തവണ അപ്രതീക്ഷിതമായിട്ട് ഇരിഞ്ഞാലക്കുട എന്റെ നെയ്ബറാണ് ആ വീടിന്റെ അടുത്ത് വന്നപ്പോൾ പുള്ളിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യന്റിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു ക്യാൻസർ ആണെന്ന്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ പേഷ്യന്റ് പറയുകയാണ് ഇരിഞ്ഞാലക്കുട വരുന്ന സമയത്ത് കാണുന്നത് ഞങ്ങൾ സാധാരണ ഈ ഡോക്ടറെ കാണാൻ തിരുവനന്തപുരത്താണ് പോവാറ്. പക്ഷെ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു തവണ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറും. അപ്പൊ ഡോക്ടറുടെ ഒരു ബിഹേവിയർ വിത്ത് പേഷ്യന്റ് കാണാൻ ഒരു ചാൻസ് ഉണ്ടായപ്പോ എന്റെ ആഗ്രഹമായിരുന്നു ഒറ്റപ്പാലത്തേക്ക് ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് നമ്മൾ അതിന്റെ പിന്നിലായിരുന്നു പുള്ളിയെ കൊണ്ടൊന്ന് വരുത്താൻ വേണ്ടി. ഒരു വളരെയധികം സൗകര്യമായിട്ട് പുള്ളി പറഞ്ഞു. പുള്ളി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, തിരിച്ചു പോകാനൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു പാലക്കാട് RCC ഉണ്ട്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു RCCക്ക് പാലക്കാട് ഇങ്ങനൊരു സെന്റർ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് അപ്പോഴാണ്. ഇനി ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു നമുക്ക് ഒറ്റപ്പാലത്ത് RCCയുടെ ഒരു സെന്റർ തുടങ്ങണം. ഒന്നുകിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും RCCയുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.